ആരാധകർ കാത്തിരിക്കുന്ന രജനീകാന്ത് ചിത്രമാണ് തൈലവർ 173. കമൽഹാസനും രജനീകാന്തും ഒന്നിക്കുന്ന സിനിമയുടെ സംവിധാനം സിബി ചക്രവർത്തിയാണ്. കമൽ നിർമ്മിക്കുന്ന ചിത്രത്തിൽ രജനീകാന്താണ് നായകൻ. തലൈവർ 173 ഒരു മലയാള നടനുണ്ടെന്ന് പുതിയ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇത് മലയാളത്തിന്റെ പ്രിയ നടൻ ബേസിൽ ജോസഫ് ആയിരിക്കും. ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ ബേസിലിനെ സമീപിച്ചതായാണ് വിവരം. ഉടൻ തന്നെ നിർമ്മാണം ആരംഭിക്കാനിരിക്കുന്ന സിനിമയിൽ ബേസിൽ എത്തുക രജനീകാന്തിന്റെ മകനായിട്ടായിരിക്കും എന്നും റിപ്പോർട്ടുകളുണ്ട്. ചിത്രത്തിൽ പ്രിയങ്ക അരുൺ മോഹനും പ്രധാന വേഷത്തിലെത്തുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. 2027 പൊങ്കലിനാണ് സിനിമയുടെ റിലീസ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മുഴുനീള എന്റർടൈനറായിരിക്കും ചിത്രമെന്ന് നേരത്തെ രജനീകാന്ത് അറിയിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ. എൻ്റെ ഫസ്റ്റ് ഡെലിവറി ഇവിടെ തന്നെയായിരുന്നു, നിസാർ ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു. അതൊരു 6 വർഷം മുന്നേ. അപ്പോൾ അത് സാധാരണ ഒരു നോർമൽ ഡെലിവറി ആയിരുന്നു. പക്ഷെ അതിന് സാധാരണ പെയിൻ അത്ര സഹിക്കണ ആളല്ല. അപ്പോൾ അത് കാരണം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് ഫസ്റ്റ് ഡെലിവറി. സെക്കൻഡ് പ്രഗ്നൻ്റ് ആയപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന എപ്പിഡ്യൂറൽ ഒരു നല്ലൊരു ചോയ്സ് ആയിരിക്കും. അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് നിസാർ ഹോസ്പിറ്റലിൽ എപ്പിഡ്യൂറലുള്ളൊരു കാര്യം. അപ്പോൾ പിന്നെ ഞാനും ഹസ്ബൻഡും കൂടി അങ്ങനെ തീരുമാനമെടുത്തു. ഞാൻ എടുത്ത തീരുമാനം വളരെ കറക്റ്റായിരുന്നു എന്ന് എനിക്ക് പിന്നെ എൻ്റെ ഡെലിവറി കഴിഞ്ഞപ്പോൾ തോന്നി. കാരണം ഞാൻ ഒന്നും അറിഞ്ഞില്ല. ആദ്യത്തെ എൻ്റെ ഡെലിവറി ഞാൻ ഒരുപാട് പെയിന് സഹിച്ചിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ എൻ്റെ ഡെലിവറി ഞാൻ ഒന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇവിടുത്തെ സ്റ്റാഫുകളായാലും ഡോക്ടേഴ്സായാലും എൻ്റെ ഡെലിവറി എടുത്തത് ശ്രുതി ഡോക്ടറായിരുന്നു. ഡോക്ടർ ഒരുപാട് നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്തിരുന്നു എന്നോട്. എന്നെ പോലെ തീരെ പെയിന് സഹിക്കാൻ പറ്റാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എപ്പിഡ്യൂറലാണ് അവർക്ക് ഏറ്റവും നല്ല ചോയ്സ്.